മധ്യേഷ്യയിൽ സമാധാന ചർച്ചകളും സൈനിക സംഘർഷങ്ങളും ഒരേ സമയം സജീവമാകുന്നു. ഇറാൻ സംഘം നാളെ പാകിസ്ഥാനിലെത്തി നിർണായക ചർച്ചകൾ നടത്താനിരിക്കെയാണ് മേഖലയിൽ പുതിയ സൈനിക നീക്കങ്ങളും ആക്രമണങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒമാനും ഖത്തറും തമ്മിൽ ഈ സാഹചര്യത്തിൽ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ജോർദാനിൽ 2 US സൈനികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇറാന് നേരെ USന്റെ ശക്തമായ വ്യോമാക്രമണം ആരംഭിച്ചു. ഞായറാഴ്ച പുലർച്ചെയാണ് വീണ്ടും കനത്ത വ്യോമാക്രമണം ആരംഭിച്ചതെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. പ്രസിഡന്റ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ നീക്കം. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകളെ ആക്രമിക്കാനുള്ള ഇറാന്റെ ശേഷി ദുർബലപ്പെടുത്താനും ജോർദാനിൽ ആക്രമണം നടത്തി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന് കടുത്ത ശിക്ഷ നൽകാനുമുള്ള ആക്രമണമെന്ന് സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. ഇറാന്റെ തെക്കൻ തുറമുഖ നഗരമായ സിരിക്കിൽ US വ്യോമാക്രമണം നടത്തിയതായി ഇറാന്റെ മെഹർ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഹാജിയാബാദിലും US ആക്രമണം ഉണ്ടായെങ്കിലും ആളപായമില്ലെന്നാണ് റിപ്പോർട്ട്. നേരത്തെ ജോർദാനിലെ US താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിലാണ് 2 US സൈനികർ കൊല്ലപ്പെട്ടത്. ഈ ആക്രമണത്തെ തുടർന്ന് കാണാതായ അമേരിക്കൻ സൈനികർ ജോർദാനിൽ കൊല്ലപ്പെട്ടു എന്ന് സംശയിക്കുന്നു. ഇവിടെ നിന്ന് കണ്ടെത്തിയ അജ്ഞാത മൃതദേഹം നിലവിൽ പരിശോധിച്ചു വരികയാണ്. പരിക്കേറ്റ 4 സൈനികർ ജോർദാനിലെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയി. സൈനികരുടെ മരണം US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തും സ്ഥിരീകരിച്ചു. അതേസമയം ഇറാഖിൽ ഇറാന്റെ ബോംബ് നിർവീര്യമാക്കുന്നതിനിടയിൽ ഉണ്ടായ അപകടത്തിൽ ഒരു അമേരിക്കൻ സൈനികൻ കൊല്ലപ്പെടുകയും ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തതായി വിശദീകരണമുണ്ട്. കൊല്ലപ്പെട്ട സൈനികരുടെ പേരുവിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും കുടുംബങ്ങളെ വിവരം അറിയിച്ചിട്ടുണ്ട്. മേഖലയിൽ സംഘർഷം തുടരുമ്പോഴും സമാധാനത്തിനായുള്ള ഒമാൻ ഖത്തർ ചർച്ചകളും പൂർത്തിയായിട്ടുണ്ട്. അതേസമയം ഇറാനെതിരെ US വീണ്ടും ആക്രമണം ശക്തമാക്കിയ പശ്ചാത്തലത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫുമായി നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി. ചർച്ച നടക്കുന്ന ഹാൾ ഏതു നിമിഷവും ബോംബിട്ട് തകർക്കപ്പെട്ടേക്കാമെന്ന് ഭയപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ എപ്പോഴെങ്കിലും ചർച്ച നടത്തിയിട്ടുണ്ടോ എന്ന് താൻ അമേരിക്കൻ നയതന്ത്രജ്ഞനോട് ചോദിച്ചതായി അരാക്ചി പറഞ്ഞു. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് അരാക്ചി ചർച്ചയുടെ വിവരങ്ങൾ പങ്കുവച്ചത്. കടുത്ത ശത്രുത നിറഞ്ഞ അന്തരീക്ഷത്തിലായിരുന്നു ചർച്ച നടന്നതെന്നും സൈനിക നടപടിയുടെ നിരന്തരമായ ഭീഷണിക്ക് കീഴിലാണ് ഇറാനിയൻ ഉദ്യോഗസ്ഥർ ചർച്ചകളിൽ പങ്കെടുത്തതെന്നും അദ്ദേഹം വിവരിച്ചു. അതേസമയം ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതത്തിൽ തങ്ങളുടെ നിലപാട് ഘടിപ്പിച്ച് IRGC മേഖലയിൽ അമേരിക്കൻ സൈനിക നടപടികൾ തുടരുന്നിടത്തോളം കാലം തന്ത്രപ്രധാനമായ ഈ ജലപാത എണ്ണക്കപ്പലുകൾക്ക് സുരക്ഷിതമായിരിക്കില്ലെന്ന് തിങ്കളാഴ്ച പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ IRGC വ്യക്തമാക്കി. തങ്ങളുടെ അനുവാദമില്ലാതെ ഒരു തുള്ളി എണ്ണയോ ഗ്യാസോ രാസവളമോ ഈ പാതയിലൂടെ കടന്നു പോകില്ലെന്നും ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ നിശ്ചയിക്കുന്ന പാതയിലൂടെ മാത്രമേ കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ അനുവാദമുള്ളൂ എന്നും IRGC കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകി. ഹോർമുസ് കടലിടുക്ക് വഴി കടന്നു പോകാൻ ശ്രമിച്ച കപ്പലുകൾക്കെതിരെ കർശന നടപടി സ്വീകരിച്ചതിന് പിന്നാലെയാണ് IRGC തങ്ങളുടെ നിലപാട് കടുപ്പിച്ചത്. അമേരിക്കൻ പിന്തുണയോടെ നാവിഗേഷൻ സംവിധാനങ്ങൾ ഓഫാക്കി സുരക്ഷിതമല്ലാത്ത പാതയിലൂടെ കടലിടുക്ക് വിട്ടുപോകാൻ ശ്രമിച്ച 4 കപ്പലുകളെ IRGC തടഞ്ഞിരുന്നു. ഇതിൽ 2 എണ്ണം സ്ഫോടനത്തെ തുടർന്ന് തകർന്നതായും ബാക്കി 2 എണ്ണം തങ്ങളുടെ മുന്നറിയിപ്പിനെ തുടർന്ന് പിന്തിരിയുകയും ചെയ്തതായി IRGC അറിയിച്ചു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.